നേരമായി ഈ ആലോചന. ഇതിപ്പോ മൂന്നാമത്തെ സിഗരറ്റാ. എന്തിനാ ഇങ്ങനെ ലങ്സ് കേടാക്കുന്നേ? നിർത്തി. മനസ്സിൽ എന്തോ ടെൻഷനുണ്ട് അല്ലേ? എന്നോട് പറയാവുന്നാണോ? നിന്നോട് പറയാനാവാത്ത ഒരു ടെൻഷനും എനിക്കില്ല മോളെ. മുംബൈയിലെ ഓഫീസിൽ ഒരു ചെറിയ ഇഷ്യൂ. എന്ത് ഇഷ്യൂ? നമ്മുടെ സ്റ്റാഫ് ഒരു ചെറിയ തിരിമറി നടത്തി. ഫോർജറി എന്ന് പറയും, കള്ള ഒപ്പിടുന്ന പരിപാടി. അങ്ങനെ അവൻ കുറച്ച് കാശ് ബാങ്കിൽ നിന്ന് വലിച്ചു മുങ്ങി. എന്നിട്ട് അവനെ വിത്തിൻ 24 hours പിടികൂടി. അത് വേറെ കാര്യം. ചെറിയൊരു എമൗണ്ടേ അവന് ചിലവാക്കാൻ കഴിഞ്ഞുള്ളൂ. ജസ്റ്റ് 2000 rupees. അപ്പോ കാര്യം കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ ടെൻഷൻ? അതല്ല മോളെ, 10-20 കൊല്ലമായി എന്റെ ചോറ് തിന്നുന്ന ഒരുത്തൻ എന്നെ ചീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ശരിയല്ലല്ലോ. ഇന്നിവൻ 10 ലക്ഷം വലിച്ചാൽ നാളെ വേറൊരുത്തൻ 20 ലക്ഷം വലിക്കില്ലേ? അതിനൊരു വാർണിംഗ് കൊടുത്താ പോരെ? വാർണിംഗ് ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കും. അപ്പൊ പ്രശ്നം അവസാനിച്ചില്ലേ? ഇനി ആ ഭാരം മനസ്സിൽ നിർത്തി കളഞ്ഞൂടെ? എത്രയോ ദിവസം കൂടി എന്നെ കാണാൻ വരുന്നേ, അപ്പോഴും മനസ്സ് നിറയെ ബിസിനസ്സും ആങ്സൈറ്റി. ഇല്ല കുട്ടി, എല്ലാം ഡാനിയൽ മറന്നു കഴിഞ്ഞു. ഇനി മനസ്സിൽ നീ മാത്രം. ഇനി എത്ര ദിവസം എന്റെ കൂടെ ഉണ്ടാവും? ജീവിത അവസാനം വരെ. തമാശ കളയൂ, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. എങ്കിൽ സീരിയസ് ആയി പറയാം, ഒരു 7 days. എന്താ പോരെ? അപ്പോ അടുത്ത മൺഡേ സാർ ഇവിടെ കാണുമല്ലേ? കാണുമല്ലോ. എന്താ ചോദിക്കാൻ? അത് അന്ന് നമുക്കൊരു ഷോപ്പിങ്ങിന് പോണം. എന്താ തിങ്കളാഴ്ചയുടെ പ്രത്യേകത? ഷോപ്പിങ്ങിന് ഇന്നായാലും പോവാമല്ലോ. അതല്ല, തിങ്കളാഴ്ച ഹോട്ടൽ ഡയനയിൽ ഹൈദരാബാദ് പേഴ്സിന്റെ ഒരു പ്രദർശനമുണ്ട്. അതൊന്ന് കാണണം. പറ്റുമെങ്കിൽ ഒരെണ്ണം വാങ്ങണം. എന്താ പറ്റുമെങ്കിലെന്ന്? ഒന്നല്ല, അവിടെയുള്ള സ്റ്റോക്ക് മുഴുവനും വാങ്ങാം. എന്താ പോരെ? സാറിന്റെ കാര്യമല്ലേ, ഇപ്പൊ ഇങ്ങനൊക്കെ വാക്ക് തരും. എന്നിട്ട് സമയമാവുമ്പോ ഏതെങ്കിലും ഒരു ഫോൺ കോളിന്റെ പുറകെ ഒറ്റ പറക്കല. ബോംബെക്ക് അല്ലെങ്കിൽ ഡൽഹിക്ക്. ഒടുവില് ഞാൻ നിരാശയാവും. ഏയ്, ഇനി അതുണ്ടാവില്ല. അഥവാ ഞാനില്ലെങ്കിലും കാറല്ലേ കിടക്കുന്നത്, മോക്ക് പോയി വാങ്ങാലോ. അങ്ങനെ ഇപ്പൊ തന്നെ പോയി വാങ്ങണ്ട. ഒന്നിച്ച് പോകാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിയാ മതി. ഓക്കെ ഓക്കെ. ഇനി എന്ത് എൻഗേജ്മെന്റ് വന്നാലും തിങ്കളാഴ്ച അതൊക്കെ മാറ്റിവെച്ച് ഞാൻ ഫ്രീ ആവും. മൺഡേ ഈസ് ഫോർ ഹൈദരാബാദ് പേൾസ്. പോരെ? സമൂഹം മുഴുവനും അറിഞ്ഞ് മിന്നുകെട്ടിയ ഭാര്യ എന്നെ വിളിക്കുന്നില്ല, എന്നെ ഓർക്കുന്നില്ല, ഭർത്താവായി അംഗീകരിക്കുന്നു പോലുമില്ല. ഇന്നലെ എവിടെ നിന്നോ എന്റെ മുമ്പിൽ വന്നു വീണ നീ ഓരോ നിമിഷവും എന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. ദൈവമേ, എന്തൊരു വൈരുദ്ധ്യം! യമുനെ, ഞാൻ നിന്നെ വിവാഹം ചെയ്യട്ടെ? തൽക്കാലം അത് വേണ്ട സാർ. വിവാഹം ചിലപ്പോ നമ്മുടെ ഈ ബന്ധം യാന്ത്രികമാക്കിയാലോ? എനിക്കിത് മതി. ഒരു താലിച്ചരടിന്റെ തടസ്സം പോലും നമുക്കിടയിൽ വരാൻ പാടില്ല. യു ആർ ഗ്രേറ്റ് ഡാർലിംഗ്. എന്നെങ്കിലും സാറിന്റെ ഭാര്യയെ കാണാൻ കഴിഞ്ഞാ ഞാൻ ചോദിക്കും, ഇത്ര നല്ല മനസ്സുള്ള ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് ഇങ്ങനെ വെറുക്കാൻ ഒക്കുന്നു? നോ. എന്തൊക്കെയായാലും ആ സ്ത്രീ സാറിന്റെ ഭാര്യയല്ലേ? സ്റ്റോപ്പ് ഇറ്റ് യമുന. ആ റാസ്കലിന്റെ കാര്യം ഇവിടെ പറഞ്ഞെന്തിനാ? എന്റെ എല്ലാ മൂടും പോയില്ലേ? ദേഷ്യായോ എന്നോട്? ഇല്ല, നിന്നോടെന്തിനാണ് ദേഷ്യം? പക്ഷേ അവളിപ്പോ നമുക്കിടയിൽ വരാൻ പാടില്ലായിരുന്നു.
ഹലോ എവിടാ? വിശാൽ, എനിക്ക് വിശാലിനെ ഒന്ന് കാണണം ഉടനെ. സ്ഥലം പറഞ്ഞോ, ഈ വിശാല് പറഞ്ഞെത്തിയിരിക്കും. ഇവിടെ തന്നെ, പക്ഷെ ഇപ്പൊ വേണ്ട. ഡാനിയൽ സാർ സ്ഥലത്തുണ്ട്. സാരമില്ല, ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് വന്നോളാം. ഓക്കെ. ഓക്കെ, താങ്ക്സ്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ അവിടേക്ക് വരണം. ബോറടി തോന്നുമ്പോൾ ഞാനും വരാം. അല്ലാതെ തീരുമാനം മാറ്റാൻ കഴിയില്ല അല്ലേ? ഇല്ല രമേശ് ചേട്ടാ, പോണം. പുതിയൊരു മനുഷ്യനാണ് ഞാനിപ്പോൾ. ആ പുതുമയോടെ തന്നെ മറ്റൊരു ജീവിതം തുടങ്ങണം. രണ്ട് വീടും തമ്മില് ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ. മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ പിന്നെ എന്തു ദൂരവും മക്കളെ. മരിക്കുന്നത് വരെ നിങ്ങളെ ഇതേ സ്നേഹത്തോടും അടുപ്പത്തോടും കാണണമെന്ന് ഒരാശയെ അമ്മയ്ക്കുള്ളൂ. അതങ്ങനെ ഉണ്ടാവും അമ്മേ. വീടുകൾ മാത്രമല്ലേ മാറുന്നുള്ളൂ. പ്രസാദിനും രമേശനും ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ. എല്ലാ ഓണത്തിനും അല്ലെങ്കിൽ വിഷുവിന് നമുക്ക് ഒത്തുകൂടണം രമേശ് ചേട്ടാ. ഇവിടെ ആവാം, അല്ലെങ്കിൽ അവിടെ. നല്ലതെല്ലാം ഓർക്കാൻ ഒരു ദിവസം. ഇറങ്ങാം. സമയമായി, ഇറങ്ങാമേ. പ്രസാദേ, സമയമായി. ആ ചെറിയച്ചൻ പോവുകയാണോ? ചെറിയച്ഛൻ പോട്ടെ മക്കളെ. ചെറിയച്ചനെ ഇപ്പൊ ഞങ്ങക്ക് പേടിയൊന്നുമില്ല കേട്ടോ. അതെ, അതുകൊണ്ട് ചെറിയച്ച പോണ്ട പോണ്ട ചെറിയച്ച. പോയേ പറ്റൂ മക്കളെ. ഇടയ്ക്കിടയ്ക്ക് ചെറിയച്ഛൻ നിങ്ങളെ വന്ന് കണ്ടോളാം. എന്താ? ആ, അതുപോലെ വെക്കേഷൻ കുട്ടികളെ അങ്ങോട്ട് വിട്ടേക്കണം. ചെറിയച്ഛനൊപ്പം ഇവർ കുറച്ച് ദിവസം കഴിയട്ടെ. മുത്തശ്ശി പോട്ടെ മക്കളെ. പോവാം പോവാം, സമയമായി. പോട്ടെ മോളെ. വരട്ടെ മോളെ. ശരി അമ്മേ. ശരി അടുത്തേ. ശരി മോനെ. ശരി. ആ, നീ തന്നെ ഐശ്വര്യമായിട്ട് തുറക്ക്. വാ മോനെ, വാ.
വീട്ടിലെന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഹേയ്, ഒരു മാറ്റവും പൊടി പോലും പറ്റാതെ എല്ലാം പഴയതുപോലുണ്ട്. ആ, അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തരണം. മാസത്തിൽ 2-3 പ്രാവശ്യം ഇവിടെ വന്ന് ഇതൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടതിന്. അല്ലെങ്കിലേ ഇതൊക്കെ ആകെ മാറാലെയും കരിയിലെയും മൂടിക്കിടക്കുമായിരുന്നു. ഈ മുറിയിലിരുന്ന് സുമിത്ര കഥ എഴുതിയിരുന്നത്. ഞാൻ ഉറങ്ങുമ്പോൾ ഒളിച്ചും പതുങ്ങിയും വന്നിരുന്ന്. കാരണം കഥ എഴുത്ത് എനിക്ക് അലർജിയായിരുന്നല്ലോ. കിട്ടിയ അവസരങ്ങളിലെല്ലാം ഞാൻ അവൾ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തി, നോവിച്ചു, നേരിട്ടും അല്ലാതെയും. മറ്റുള്ളവർ സുമിത്രയുടെ സൃഷ്ടികൾ വായിച്ച് പൊഴുത്തി പറഞ്ഞപ്പോൾ ഞാൻ മാത്രം അവൾ അംഗീകരിച്ചില്ല. പകരം അവഗണിച്ചു. വളരെ മനോഹരമായി അവഗണിച്ചു. ഇൻസൾട്ട് ചെയ്തു. അതിൻ്റെ പേരിൽ ബാലമാമനെ ശാസിച്ചിട്ടില്ലേ? ഉണ്ട്. പക്ഷെ ഞാനത് ചെവി കൊണ്ടില്ല. എങ്ങനെ ചെവി കൊള്ളും? എല്ലാം തികഞ്ഞവനല്ലേ ഞാൻ. എഞ്ചിനീയറിങ്ങിനപ്പുറം ലോകത്തൊന്നുമില്ല എന്നല്ല വിശ്വാസം. അഹംഭാവം. മോനെ, ആ വിശ്വാസം തലയ്ക്ക് പിടിച്ച് ഒടുവിൽ സുമിത്രയുടെ എഴുത്ത് അവസാനിപ്പിച്ചു. ഗ്രേറ്റ് അച്ചീവ്മെന്റ്. പ്രസാദേ, നീ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ഒരു ഉറപ്പ് തന്നിരുന്നു, പഴയതൊന്നും ഓർമ്മിച്ച് മനസ്സ് വിഷമിപ്പിക്കില്ല എന്ന്. പക്ഷേ വന്നു കയറിയതും ആ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. ഇത് ശരിയാണോ? ബാലമാമ ക്ഷമിക്കുക. എല്ലാ ഓർമ്മകളും ഒരുപോലല്ലോ. ചിലതൊക്കെ നമുക്ക് കുഴിച്ചു മൂടാം. പക്ഷെ ചില ഓർമ്മകൾ കുഴിവെട്ടി മൂടിയാലും ഇരട്ടി ശക്തിയിൽ ഉയർന്നു വരും. സുമിത്ര അങ്ങനെ ഒരു ഓർമ്മയാണ്.